ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അതായത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണറുടെ ഒരു സീക്രട്ട് ആയിട്ട് നിങ്ങളെക്കുറിച്ചുള്ള ഒരു പേടികൾ, ഫിയേഴ്സ് എന്താണ് എന്നുള്ളതാണ്. അതായത് നിങ്ങൾ നൽകില്ല എന്ന് അല്ലെങ്കിൽ ഇതെനിക്ക് ഈ ഒരു കാര്യം എനിക്ക് കിട്ടില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ ഭാഗത്തു നിന്ന് അവർ നിങ്ങൾ തരില്ല എന്ന് ഭയപ്പെടുന്ന കാര്യങ്ങൾ, അവരങ്ങനെ ഭയപ്പെടുന്ന കുറച്ച് കാര്യങ്ങളുണ്ടെങ്കിൽ ആ ഒരു കാര്യങ്ങൾ എന്തൊക്കെയാണ്, സീക്രട്ട് ഫിയേഴ്സ് എന്തൊക്കെയാണ് എന്നുള്ള ഒരു കാര്യമാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തുടർന്ന് വീഡിയോ കാണാനായിട്ട് ശ്രമിക്കാം. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്, ജെൻഡർലെസ് ആണ്. എപ്പോഴാണോ നിങ്ങൾ ഇത് കാണുന്നത് ആ ഒരു സമയം മുതൽ നിങ്ങൾക്ക് ഇത് റെസിനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഇതിൽ വരുന്ന ക്ലൂസ്, സിറ്റുവേഷൻസ്, എനർജീസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതൊരു ഗൈഡൻസ് മെസ്സേജ് ആയിട്ട് മാത്രം എടുക്കുക. ഇനി റെസിനേറ്റ് ചെയ്യുന്നില്ല എങ്കിൽ വിട്ടേക്ക്. ഫോഴ്സ്ഫുള്ളി ആരും റെസിനേറ്റ് ചെയ്യരുത്. പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. നല്ലൊരു റീഡിങ് കിട്ടാനായിട്ട് പ്രാർത്ഥിക്കാം. നിങ്ങളെ സ്നേഹിക്കുന്ന വ്യക്തിയുടെ ഒരു സീക്രട്ട് ഫിയേഴ്സ് എന്തൊക്കെയാണ് എന്നതാണ് നമ്മൾ നോക്കുന്നത്. നിങ്ങളുടെ ഒരു ക്യാരക്ടറിൽ, സ്വഭാവത്തിൽ വരുന്ന അവർക്ക് ഇനി ഈ ഒരു കാര്യം നിങ്ങൾ കൊടുക്കില്ല, അല്ലെങ്കിൽ ഈ ഒരു ആറ്റിറ്റ്യൂഡ് അവരിലേക്ക് നൽകില്ല എന്ന് കരുതി അവർ ഭയപ്പെടുന്ന ആ ഒരു കാര്യങ്ങൾ എന്തൊക്കെയാണ്. അതായത് നിങ്ങൾ നൽകില്ലെന്ന് അവർ ഭയപ്പെടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, അവരുടെ ലൈഫിലേക്ക് ഇനി നിങ്ങൾ നൽകില്ല എന്ന് അവർ ഭയപ്പെടുന്ന ആ ഒരു കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. സീക്രട്ട് ഫിയേഴ്സ്. ഓക്കെ, അവരുടെ ഒരു സീക്രട്ട് ഫിയേഴ്സ് ആണ് നമ്മൾ നോക്കുന്നത്. അവർ പേടിക്കുന്നുണ്ട് കുറെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്. നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പിൽ അവർ ഒരു പേടിച്ച് മാറി നിൽക്കുന്ന ഒരവസ്ഥയുണ്ടെങ്കിൽ അത് എന്തൊക്കെ കാര്യങ്ങൾക്കാണ്, നിങ്ങളുടെ ക്യാരക്ടറിൽ ഏതൊക്കെ കാര്യങ്ങളിലാണ് അവരെ പേടിപ്പെടുത്തുന്നത്, അല്ലെങ്കിൽ ഇനി നിങ്ങൾ നൽകില്ല, ഈ ഒരു കാര്യം തരില്ല, അല്ലെങ്കിൽ അവർക്ക് കിട്ടില്ല എന്ന് അവർ ഭയപ്പെടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്. ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, നമുക്ക് മാസ്റ്റർ കാർഡ് നോക്കാം. 2 of Cups ആണ്. 2 of Cups ആണ് നമുക്കിവിടെ മാസ്റ്റർ കാർഡായിട്ട് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഒരു സ്പ്രെഡ്. അപ്പോൾ ഇവിടെ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിൽക്കുമ്പോൾ നിങ്ങളുടെ വ്യക്തി എന്തെല്ലാം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്, എന്തെല്ലാം കാര്യങ്ങൾ ഓർത്തിട്ടാണ് അവർ പേടിക്കുന്നത് അല്ലെ ഭയപ്പെടുന്നത് എന്നുള്ളൊരു കാര്യമാണ് നമ്മളിവിടെ നോക്കാനായിട്ട് തോന്നുന്നത്. അപ്പോൾ ഫസ്റ്റ് കാർഡ് നോക്കുമ്പോൾ ദ ഹെർമിറ്റ് കാർഡാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പം ഈ ഒരു കാർഡിൽ നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു റിലേഷൻഷിപ്പിൽ നല്ല സ്മൂത്തായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്തിലാണെങ്കിലും അല്ലാത്ത സമയങ്ങളിലാണെങ്കിലും പലപ്പോഴും അവരുടെ ഉള്ളിൽ ഒരു ഒറ്റപ്പെടൽ ഫീൽ ചെയ്യാറുണ്ട്. തനിച്ചായി പോയി എന്നതുപോലെ ഒരു ഫീലിങ്സ് അവർക്ക് ഉണ്ടാകാറുള്ളതായിട്ട് കാണുന്നുണ്ട്. അതായത് അവർ ചിന്തിക്കുന്നത് നിങ്ങളുടെ സാന്നിധ്യം, അല്ലെങ്കിൽ സമയം, ഇമോഷണൽ വാംത്ത്, ഇങ്ങനെയുള്ള തുടങ്ങിയ കാര്യങ്ങളെല്ലാം അവർക്ക് നഷ്ടപ്പെടും എന്നൊരു പേടി അവർക്കുണ്ട്. ആ ഒരു പേടിയാണ് എപ്പോഴും അതിനെക്കുറിച്ച് അവർ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ നിങ്ങൾ വളരെ ഒരു ഇൻഡിപെൻഡന്റ് ആയിട്ട് ഫ്യൂച്ചറിൽ മാറും, അപ്പോൾ എന്നെ ഇട്ടിട്ട് പോയേക്കുമോ എന്ന് അവർ ചിന്തിക്കുന്നുണ്ട്. അവർക്ക് നിങ്ങളിൽ നിന്ന് ദൂരേക്ക് മാറിപ്പോകേണ്ടി വരുമോ, ഇതൊക്കെയാണ് അവരെ ഒരു ഭയപ്പെടുത്തുന്ന കാര്യങ്ങൾ. അങ്ങനെ താൻ ഒറ്റപ്പെട്ടു പോകുമോ എന്ന് ആ വ്യക്തി പേടിക്കുന്നുണ്ട്. പിന്നെ നെക്സ്റ്റ് കാർഡിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് 10 of Pentacles ആണ്. ഈ ഒരു റിലേഷൻഷിപ്പ് ടെമ്പററി ആയിട്ട് നിൽക്കുന്ന ഒന്നാകുമോ, താൽക്കാലികമായി കുറച്ച് നാളത്തേക്ക് വേണ്ടിയുള്ള ഒരു ഫേസ് മാത്രമായി തീരുമോ എന്നവർ പേടിക്കുന്നുണ്ട്. അതുപോലെ റിലേഷൻഷിപ്പിൽ ഒരു ലോങ് ടേം കമ്മിറ്റ്മെന്റ്, അതായത് ഫാമിലി ബിൽഡ് ചെയ്യുന്നതിലേക്കൊക്കെ എത്താനായിട്ട് പറ്റുമോ എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളിപ്പോൾ ഒരു ഫാമിലിയിലുള്ള ആളുകളായിരിക്കത്തില്ല. ഞാനിവിടെ ജനറൽ ആയിട്ട് പറയുന്നത് കൊണ്ട് തന്നെ ഫാമിലിയിലുള്ളവരും അല്ലാത്തവരും ആയിട്ടുള്ള റിലേഷൻഷിപ്പിൽ ഉള്ള പാർട്ട്നേഴ്സിന്റെ എനർജീസ് ഇതിൽ കയറി വരും. അപ്പൊ നിങ്ങളുടേതായ എനർജീസ് നിങ്ങൾ എടുക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഒരു ലോങ് ടൈം കമ്മിറ്റ്മെന്റ്, അതായത് ഒരു ഫാമിലി ബിൽഡ് ചെയ്ത് മുന്നോട്ട് പോകാനുള്ള ഒരു സിറ്റുവേഷനിലേക്ക് ഈ റിലേഷൻഷിപ്പിന്റെ സ്റ്റാറ്റസ് എത്തുമോ എന്നവർ പേടിക്കുന്നുണ്ട്. ഒരു സെക്യൂർ ഫ്യൂച്ചർ ഈ റിലേഷൻഷിപ്പിൽ ഉണ്ടാകുമോ എന്നൊക്കെ അവർ സംശയിക്കുന്നതായിട്ടുള്ള എനർജീസ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഓക്കെ, 5 of Cups ആണ്. പിന്നെ നിങ്ങൾ അവരെ വിട്ടു പോകും, മറ്റാരെങ്കിലും ഒക്കെ നിങ്ങൾ തിരഞ്ഞെടുക്കും എന്നൊരു ഇൻസെക്യൂരിറ്റി അവർക്കുണ്ട്. കാരണം അവർക്ക് അവരെ തന്നെ ഒരു ഡൗട്ടാണ്, അല്ലെങ്കിൽ തനിക്ക് അത്രയ്ക്ക് കഴിവില്ലാത്ത ഒരാളാണോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ വെച്ചിട്ട് അവരെ തന്നെ കുറച്ച് കാണിക്കുന്നു. അവരുടെ മനസ്സിൽ തന്നെ അവരെ കുറച്ച് കാണിക്കുകയും അതിനുശേഷം ആ ഒരു സ്ഥലത്തേക്ക് മറ്റൊരാൾ കടന്നു വരുമോ എന്നൊരു
ഇൻസെക്യൂരിറ്റി അവർക്കുള്ളതായിട്ട് കാണുന്നു. അതുവഴി അവർക്കൊരു വലിയ നഷ്ടം സംഭവിക്കുമോ എന്നവർ പേടിക്കുന്നുണ്ട്. ഇനി ഫ്യൂച്ചറിൽ നിങ്ങൾ അവരെ ഹർട്ട് ചെയ്തിട്ട് പോകുമോ എന്നോർത്ത് അവർ വിഷമിക്കുന്ന ആയിട്ട് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട്. പിന്നെ 5 ഓഫ് വാൻഡ്സ് ആണ് നമുക്കിവിടെ വന്നിരിക്കുന്നത്. 5 ഓഫ് വാൻഡ്സ് എന്ന് പറയുമ്പോൾ ഇനി ഫ്യൂച്ചറിൽ വഴക്കുകൾ, കോൺഫ്ലിക്ട്സുകൾ ഉണ്ടാകും, നിങ്ങൾ തമ്മിൽ ഒരു മത്സരങ്ങൾ വരാനുള്ള സാധ്യത ഉണ്ടാകുമോ എന്നൊക്കെ, അതായത് പ്രശ്നങ്ങൾ ഉണ്ടാകുമോ ഈ ഒരു റിലേഷൻഷിപ്പിൽ എന്നാണ്. ഒരു റിലേഷൻഷിപ്പിന്റെ ഒരു നല്ല സ്മൂത്ത് ആയിട്ടുള്ള ഒരു ഘട്ടം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ ഒരു അറ്റൻഷനും സ്നേഹത്തിനും ഒക്കെ വേണ്ടിയിട്ട് അവർ ഫൈറ്റ് ചെയ്യേണ്ടി വരുമോ എന്ന് വരെ അവർ സംശയിക്കുന്നു. ഈ ഒരു സംശയങ്ങളൊക്കെ കൂടുതലായിട്ടും അവർ മറ്റുള്ള പുറമെയുള്ള റിലേഷൻഷിപ്പുമായിട്ടൊക്കെ കമ്പയർ ചെയ്യുകയും അല്ലെങ്കിൽ നിങ്ങളുടെ ചില സംസാരങ്ങൾ എടുത്ത് മനസ്സിൽ വെച്ചിട്ട് അതിൽ നിന്നൊക്കെ ഉണ്ടാകുന്ന ഒരു സംശയങ്ങളും തോട്ട്സും ഒക്കെയാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് വരുന്നത്. അപ്പോൾ ആ ഒരു അറ്റൻഷനും സ്നേഹത്തിനും വേണ്ടിയിട്ടൊക്കെ അവർക്ക് ഫൈറ്റ് ചെയ്ത് ഇനി നിൽക്കേണ്ട ഒരു കാലഘട്ടം വരുമോ എന്ന് അവർ ചിന്തിക്കുന്നുണ്ട്. ഇനി ഒരു തേർഡ് പാർട്ടി ആയി ആരെങ്കിലും ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് കടന്നു വരുമോ, അവരുമായിട്ടുണ്ടാകുന്ന അവരുമായിട്ടൊരു മത്സരത്തിലേക്കൊക്കെ താൻ പോകേണ്ടി വരുമോ എന്നൊക്കെ ഈ വ്യക്തി ചിന്തിക്കുന്നുണ്ട്. അങ്ങനെ പോയാൽ തന്നെ നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളെ നഷ്ടപ്പെടും എന്ന് അവര് മുൻകൂട്ടി അവരങ്ങോട്ട് ചിന്തിക്കുകയാണ്, അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോകാൻ ചാൻസ് ഉണ്ട് എന്ന് അവരങ്ങ് ചിന്തിക്കുകയാണ്. ഓക്കെ, പിന്നെ നമുക്ക് വരുന്നത് നൈറ്റ് ഓഫ് വാൻഡ്സിന്റെ ഒരു കാർഡാണ്. ഇതൊരു ഫയർ എനർജി ആണ്. അവര് നിങ്ങളിൽ കാണുന്നത് ആ ഒരു ഫയർ എനർജി തന്നെയാണ് നിങ്ങൾ കാണുന്നത്. അതൊരു സ്നേഹത്തിന്റെ ഫയർ എനർജി ആണ് എന്ന് അവർക്ക് വിശ്വസിക്കാനായിട്ട് പറ്റുന്നില്ല. ഇത് യഥാർത്ഥ സ്നേഹമാണോ എന്ന് അവർ ചിന്തിച്ചു പോവുകയാണ് പലപ്പോഴും. ഇപ്പൊ ഒരു എക്സൈറ്റ്മെന്റിന്റെ അല്ലെങ്കിൽ ഒരു ത്രില്ലിന്റെ പുറത്ത് തുടങ്ങിയ ഒരു റിലേഷൻഷിപ്പ് മാത്രമായിട്ടായിരിക്കും ഈ ഒരു പേഴ്സൺ എന്നെ കാണുന്നത്. കുറച്ച് കഴിഞ്ഞൊരു ത്രില്ലൊക്കെ മാറിക്കഴിയുമ്പോൾ അവരെന്നെ വിട്ടിട്ട് പോകുമോ എന്ന് അവർ ചിന്തിക്കുന്നുണ്ട്. അതായത് ഒരു സ്റ്റെബിലിറ്റി ഇല്ലാതാകുമോ, ചുമ്മാ ഒന്ന് വന്ന് കളിച്ച് പറിച്ച് പോയി ആ ഒരു രീതിയിൽ വന്ന് സന്തോഷത്തോടെ നിന്ന് കുറച്ച് നേരത്തെ ആ എക്സൈറ്റ്മെന്റ് ഒക്കെ ഒന്ന് മാറിക്കഴിയുമ്പോൾ അവരിട്ടിട്ട് പോകുമോ എന്ന് ആ ഒരു രീതിയിൽ ചിന്തിക്കുന്ന എനർജീസ് വരുന്നുണ്ട്. പിന്നെ നമുക്ക് വരുന്നത് 8 ഓഫ് സോൾസിന്റെ ഒരു എനർജിയാണ്. അപ്പം ഇത് 8 ഓഫ് സോൾസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ അവരെ ഇമോഷണലി കൺട്രോൾ ചെയ്യുമോ എന്ന് അവര് ചിന്തിക്കുന്നുണ്ട്. അവരെ മനസ്സിലാക്കാനായിട്ട് നിങ്ങൾക്ക് കഴിയുമോ എന്നൊരു ഇൻസെക്യൂരിറ്റി അവർക്കുണ്ട്. എല്ലാ രീതിയിലും അവര് നിങ്ങളെ കൺട്രോൾ ചെയ്ത് ഇവിടെ ഈ ഒരു വ്യക്തി നിൽക്കുന്ന ഒരു അവസ്ഥയിലേക്കൊക്കെ എൻ്റെ ലൈഫ് പോകേണ്ടി വരുന്നു. അവരുടെ ലൈഫിൽ പലരെയും ഈ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ആളുകളെ കണ്ടിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ അവരുടെ എക്സ്പീരിയൻസ് കേട്ടിട്ടുണ്ടായിരിക്കാം. അപ്പൊ ഈ അങ്ങനെയുള്ള അവസ്ഥയിലേക്കൊക്കെ തനിക്കും പോകേണ്ടി വരുമോ എന്ന് അവർ സംശയിക്കുന്നു, അല്ലെങ്കിൽ അവർ ഡൗട്ട് അടിക്കുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത്. പിന്നീട് നമുക്ക് വരുന്നത് കിങ് ഓഫ് പെന്റക്കിൾസിന്റെ ഒരു കാർഡാണ്. അപ്പോൾ സാമ്പത്തികപരമായിട്ട് എപ്പോഴും നിങ്ങളെ സഹായിക്കണം എന്നൊക്കെ അവർക്കുണ്ട്. അതായത് ഇനി നിങ്ങൾ ഫ്യൂച്ചറിൽ ഈ റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകുന്ന സമയത്തൊക്കെ സാമ്പത്തികപരമായിട്ട് നിങ്ങളെ സഹായിക്കണം എന്നവർക്കുണ്ട്. അവർ സഹായിക്കുകയും ചെയ്യും, അല്ലെങ്കിൽ നിങ്ങൾ ഒരുമിച്ച് ചേർന്ന് സാമ്പത്തികപരമായ കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുണ്ട്. പക്ഷെ അങ്ങനെ സാമ്പത്തികപരമായിട്ട് ഒന്നും കൊടുക്കാൻ പറ്റാത്ത ഒരു സമയം എനിക്ക് വരുമോ, അല്ലെങ്കിൽ ഒരു കോൺട്രിബ്യൂഷൻ ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് കൊടുക്കാൻ പറ്റാത്ത ഒരു സമയം എനിക്ക് വരുമോ, അതായത് മെറ്റീരിയൽ സെക്യൂരിറ്റി അല്ലെങ്കിൽ മെറ്റീരിയൽ കംഫോർട്ട് നിങ്ങൾക്ക് നൽകാൻ കഴിയാതെ വരുമോ, അങ്ങനെ നിങ്ങൾ അതിന് ഇനിയിപ്പോൾ അവർ തരികയാണെന്നിരിക്കുക, അങ്ങനെ നൽകാൻ കഴിയാതെ വരുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ ഞാൻ എന്ത് ചെയ്യുന്ന അവർ ചിന്തിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ നിങ്ങൾ അതിന് ഇനിയിപ്പോൾ അവർ അങ്ങനെ ഒരു മെറ്റീരിയൽ പരമായിട്ടൊരു കംഫോർട്ട് നിങ്ങൾക്ക് നൽകുകയും സാമ്പത്തികപരമായിട്ട് ഒരു കൈത്താങ്ങ് നൽകുകയൊക്കെ ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്താൽ നിങ്ങൾ അതിന് എന്തെങ്കിലും ഒരു വില കൽപ്പിക്കുമോ എന്നൊക്കെ അവർ ചിന്തിക്കുന്നുണ്ട്. അപ്പൊ അവരുടെ ചിന്തകൾ പല രീതിയിലാണ് കടന്നു പോകുന്നത്. ഇതിപ്പോ ഒരാളുടെ ചിന്തയല്ല, ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ പല എനർജീസ് നമുക്ക് ഇവിടെ കയറി വരുന്നുണ്ട്. അപ്പൊ ഇതിലൊന്നായിരിക്കാം നിങ്ങളുടെ പേഴ്സൺ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് നമുക്ക് പറയാനായിട്ട് സാധിക്കുള്ളൂ. ഓക്കെ, അല്ലെങ്കിൽ ഇതിലൊന്നായിരിക്കാം നിങ്ങളുടെ പേഴ്സണെ പേടിപ്പെടുത്തുന്നത്, അല്ലെങ്കിൽ അവർക്ക് ഒരു ഉള്ളിൽ ഭയം തോന്നുന്നത്, ഈ റിലേഷൻഷിപ്പിൽ കുറച്ച് ഡീപ്പായിട്ട് പോകാനായിട്ട് അവർ തടഞ്ഞു നിർത്തുന്ന കാര്യങ്ങൾ ഇതൊക്കെ ആയിരിക്കും. പിന്നെ നമുക്ക് വരുന്നത് കിങ് ഓഫ് കപ്സ് ആണ്. കിങ് ഓഫ് കപ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സൈഡിൽ നിന്ന് ഒരു ഇമോഷണൽ ബാലൻസ് കിട്ടുമോ എന്നൊരു ആശങ്ക, നല്ലൊരു സ്നേഹം കിട്ടുമോ, ഇമോഷണൽ ആയിട്ട് ഉള്ള ഒരു സാറ്റിസ്ഫാക്ഷൻ തനിക്ക് ഉണ്ടാവുമോ ഈ റിലേഷൻഷിപ്പിൽ എന്ന് അവർ ചിന്തിക്കുന്നുണ്ട്. അതൊക്കെ അവർക്ക് ഒരു പേടി തോന്നുന്നുണ്ട്. ഇനി കിട്ടിയില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യും എന്നൊക്കെ രീതിയിൽ അവർ ചിന്തിക്കുന്നുണ്ട്. പിന്നെ ലാസ്റ്റ് മാസ്റ്റർ കാർഡ് നമുക്ക് 2 ഓഫ് കപ്സ് ആണ് വരുന്നത്. അപ്പൊ ഇപ്പോ ഇവിടെ അവരുടെ ഏറ്റവും വലിയൊരു സീക്രട്ട് ഫിയർ അല്ലെങ്കിൽ ഒരു ട്രൂ ഈക്വൽ ആയിട്ടുള്ള ഒരു പാർട്ട്ണർഷിപ്പ് കിട്ടാതെ പോകും എന്നത് തന്നെയാണ് അവർക്ക്. അതാണ് അവരുടെ ഏറ്റവും വലിയൊരു ഫിയർ ആയിട്ട് നമുക്ക് കാണാനായിട്ട് വരുന്നത്. നല്ല രീതിയിലുള്ള ഒരു പാർട്ട്ണർഷിപ്പ് കിട്ടാതെ വരുമോ, ഈക്വൽ ആയിട്ട് ഗിവ് ആൻഡ് ടേക്ക് ചെയ്ത് പോകുന്ന ഒരു പാർട്ട്ണർഷിപ്പ് എനിക്ക് കിട്ടാതെ വരുമോ എന്ന് അവർ ചിന്തിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് കമ്മിറ്റ്മെന്റ് അതുപോലെ ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് ഇല്ലാതായാൽ ഈ ഒരു ബന്ധം ഇംബാലൻസ് ആകുമെന്ന് അവർ പേടിക്കുന്നുണ്ട്. അപ്പൊ അത് കിട്ടണം, അത് കിട്ടുമോ എന്നുള്ളതാണ് ഇവരുടെ ഏറ്റവും വലിയൊരു ഇത്. പിന്നെ അവർ ശരിക്കും നിങ്ങളോട് ഡയറക്റ്റ് അവരുടെ മനസ്സിൽ ഇങ്ങനെ നിങ്ങളെ ഡൗട്ട് അടിക്കുന്ന സമയത്തൊക്കെ നിങ്ങളോട് ഡയറക്റ്റ് ചോദിക്കുകയാണെങ്കിൽ അവർ പേടിക്കുന്ന ഒരു കാര്യം, നീ എന്നെ വിട്ടുപോകും, ഞാൻ മാത്രമാണ് അവസാനം അവശേഷിക്കുക. അങ്ങനെ വന്നു കഴിയുമ്പോൾ ആ ഒരു വിഷമങ്ങളും സങ്കടങ്ങളും എല്ലാം എൻ്റെ ലൈഫ് ഞാൻ അവസാനം
ഒരു ഒറ്റയ്ക്ക് നിന്ന് സഫർ ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ആകുമെന്ന് ഞാൻ പേടിക്കുന്നു. ഇത് തന്നെയാണ് അവർ നിങ്ങളോട് ഡയറക്റ്റ് ചോദിക്കാനായിട്ടുള്ളത്. അപ്പൊ അങ്ങനെ അവരുടെ ഒരു സംശയങ്ങള്, ഫിയേഴ്സ് ആണിത്. അവരുടെ ഒരു പേടി, ഭയം എന്നൊക്കെ നമുക്ക് പറയാം. ഇത്തരം കാര്യങ്ങൾ, ഡൗട്ട്സ് ഒക്കെ അവരുടെ മനസ്സിലുണ്ട് ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച്. അതാണ് ഇതിലേക്ക് ഈ ഒരു റിലേഷൻഷിപ്പിനെ ഒന്ന് നല്ല രീതിയിൽ ഒരു ഫ്ലറിഷ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് പറ്റാതെ തടഞ്ഞു നിർത്തുന്ന കാര്യങ്ങൾ. ഓക്കെ, അപ്പം നമുക്കിവിടെ നോക്കാം. ഈ ഒരു കാർഡുകൾ വെച്ചിട്ട് തന്നെ നമുക്ക് യൂണിവേഴ്സിന്റെ ഭാഗത്തുനിന്നുള്ള ഒരു ഗൈഡൻസ് അല്ലെങ്കിൽ ഇതിനൊരു റെമഡി എന്താണെന്ന് നോക്കാം. ഇത്ര പേടിയുമായിട്ട് നമ്മൾ ഈ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഒരിക്കലും അതൊരു നല്ല രീതിയിൽ ചെന്ന് അവസാനിക്കില്ല. അപ്പം ഇവരുടെ ഈ ഭയങ്ങളൊക്കെ നമുക്ക്, അല്ലെങ്കിൽ ഇവരുടെ ഈ ഫിയേഴ്സ് ഒക്കെ നമുക്ക് എങ്ങനെ മാറ്റാം എന്ന് നോക്കാം, എങ്ങനെ അവർക്കൊരു ധൈര്യം കൊടുക്കാമെന്ന് നോക്കാം. അപ്പൊ ഈ ഒരു കാർഡുകൾ വെച്ചിട്ട് തന്നെ ഇതിൽ നിന്ന് യൂണിവേഴ്സ് നൽകുന്ന ഗൈഡൻസ് നമുക്ക് നോക്കാം. അപ്പൊ ഹെർമിറ്റ് കാർഡിന്റെ ഒരു റെമഡി നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ കൊടുക്കാൻ പറ്റും. നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ആദ്യം നിന്ന് അവർക്കൊരു ഒറ്റപ്പെടലൊക്കെ, ആ ഒരു ഒറ്റപ്പെടലിന്റെ ആ ഒരു ഫീലിങ്സ്, ലോലിനെസ് ഒക്കെ മാറ്റാനായിട്ട് സഹായിക്കും എന്നാണ് പറയുന്നത്. അപ്പൊ അവരെ ഒറ്റയ്ക്ക് വിടാതെ ടൈം ടു ടൈം ഓപ്പൺ ഹാർട്ട് ആയിട്ട് അവരോട് സംസാരിച്ചുകൊണ്ട് ഇരിക്കുക. ഞാൻ നിനക്കായിട്ട് ഇവിടെ തന്നെ ഉണ്ട് എന്ന് അവരോട് വീണ്ടും വീണ്ടും റീഅഷുറൻസ് അവർക്ക് കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ എൻ്റെ കൂടെ ഉണ്ട് എന്നുള്ള ഒരു ഫീൽ അവർക്ക് ഉണ്ടാകുകയും ആ ഒരു ലോൺലിനെസ്സും ഒറ്റപ്പെടലൊക്കെ മാറിപ്പോവുകയും ചെയ്യും എന്നാണ് യൂണിവേഴ്സ് ഇവിടെ നമുക്ക് നൽകുന്ന ഗൈഡൻസ്. ഇനി ഒരു പ്രാക്ടിക്കൽ പ്ലാൻ ഇവരോട് പറയുക. നമ്മുടെ ഒരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ്, അതിനുശേഷം ഇത്ര വർഷങ്ങൾക്ക് ശേഷം നമ്മളൊരു മാരേജിലേക്ക് പോകും, അതിനുശേഷം അതായത് നിങ്ങളുടെ ഫ്യൂച്ചർ എന്താണ് എന്നുള്ളത് നിങ്ങൾ തമ്മിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പ്രാക്ടിക്കൽ ആയിട്ടുള്ള പ്ലാനുകളൊക്കെ ഡിസ്കസ് ചെയ്യുക, അവരെയും അതിനകത്തേക്ക് ഉൾക്കൊള്ളിക്കുക. അപ്പോൾ മെറ്റീരിയലിസ്റ്റിക് ആയ സാമ്പത്തികപരമായ കാര്യങ്ങളിലും എല്ലാം അവരെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു പ്രാക്ടിക്കൽ പ്ലാൻ തയ്യാറാക്കി അത് അവരുമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുക. അപ്പോൾ അവർക്ക് കുറച്ചും കൂടി ഒരു സെക്യൂർ ഫീൽ വരും. നമ്മൾ ഒരുമിച്ച് ചേർന്ന് ഇതൊക്കെ അച്ചീവ് ചെയ്യാം എന്ന് അവരോട് പറയാം. കരിയർ, ഹോം, ട്രാവൽ, ഇങ്ങനെ തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ചൊക്കെ അവരുമായിട്ട് ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ നടത്തുക. ഓക്കെ, പിന്നെ അവരെ മനസ്സിലാക്കാനായിട്ട് പരമാവധി നിങ്ങൾ ശ്രമിക്കുക. അവരോട് എപ്പോഴും ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുക. നിന്നെ ഞാൻ ഒരിക്കലും നഷ്ടപ്പെടുത്തുകയില്ല എന്ന് ഡയറക്റ്റ് ആയിട്ട് അവരോട് പറയുകയും അവരെപ്പോഴും തന്നെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുകയാണെങ്കിൽ അവർക്കതൊരു നല്ലൊരു നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള നല്ല അപ്രോച്ച് ആകുകയും ഈ പറഞ്ഞ ഒരു പേടിയും കാര്യങ്ങളെല്ലാം ഈ റിലേഷൻഷിപ്പിൽ നിന്ന് മാറിപ്പോകുകയും ചെയ്യും എന്നുള്ളതാണ്. പിന്നെ ഒരു കമ്പാരിസൺ നടത്താതിരിക്കുക. മറ്റുള്ള ആളുകളുമായിട്ട് ഈ ഒരു പേഴ്സണെയോ അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിയുടെ പ്രവർത്തികളെയോ നിങ്ങൾ ഒരിക്കലും കമ്പാരിസൺ നടത്താതിരിക്കുക. കമ്പാരിസൺസ് അവോയ്ഡ് ചെയ്യുക. മറ്റാരെയും കൊണ്ട് കമ്പാരിസൺ ചെയ്യാതിരിക്കുക. പിന്നെ അവരെ കുറിച്ച് പ്രൈസ് ചെയ്ത് പറയാനായിട്ട് ശ്രമിക്കുക. അപ്പൊ അവർക്കൊരു ഇൻസെക്യൂർ തോന്നില്ല, അവർക്ക് ഒരു കോൺഫിഡൻസ് വരും അവരുടെ ഒരു ലൈഫിൽ. ഓക്കെ, പിന്നെ പുറത്തു നിന്നുള്ള, അതായത് ഈ റിലേഷൻഷിപ്പിന് പുറത്തുനിന്നുള്ള ആരും ആയിക്കോട്ടെ, നിങ്ങളുടെ പേരൻസോ ഫ്രണ്ട്സോ കോമൺ ഫ്രണ്ട്സോ ബെസ്റ്റീസോ അങ്ങനെ ആരും ആയിക്കോട്ടെ, അവർക്കൊക്കെ ഒരു ജസ്റ്റ് എന്ന് വെച്ചാൽ ഒത്തിരി നിങ്ങളുടെ ലൈഫിലേക്ക് ഇന്ററാക്ട് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള കുറച്ച് ബൗണ്ടറീസ് ക്ലിയർ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അത് നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിനെ നല്ല രീതിയിൽ കൊണ്ടുപോകാനായിട്ട് സഹായിക്കും എന്നുള്ളതാണ്. അത് ഓരോരുത്തരുടെ സിറ്റുവേഷൻസ് അനുസരിച്ച് എങ്ങനെ ചെയ്യണമെന്നുള്ളത് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് അത് ചെയ്യുക. ഓക്കെ, മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ്. നല്ല ബൗണ്ടറീസ് മെയിൻറ്റെയിൻ ചെയ്യുക. ഓക്കെ, നിങ്ങൾക്കായിട്ടൊരു സ്പേസ് അവിടെ വേണം. അപ്പോൾ വളരെ സീരിയസ് ആൻഡ് പാഷനേറ്റ് ആയിട്ട് നിങ്ങൾ ഈ ഒരു വ്യക്തിയുടെ അടുത്ത് നിൽക്കുന്നുണ്ട് എന്ന രീതിയിലുള്ള പ്രവൃത്തികളിലൂടെ അത് കാണിച്ചു കൊടുക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക എന്ന് യൂണിവേഴ്സ് പറയുന്നു. അതോടൊപ്പം തന്നെ ഇവിടെ നമുക്ക് ഈ ഒരു കാർഡിൽ വളരെയധികം കൺട്രോൾ ചെയ്യപ്പെടുമോ എന്നവർ പേടിക്കുന്നു എന്നൊരു. അപ്പൊ അതിനായിട്ട് അവരെ കൺട്രോൾ ചെയ്യാതെ അവർക്കൊരു സ്പേസ് കൊടുക്കുക, അതുപോലെ അവരെ ട്രസ്റ്റ് ചെയ്യുക, അവർക്ക് റെസ്പെക്ട് കൊടുക്കുക, ഇതൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് വഴി അവർക്കത് മാറിപ്പോകുന്നതാണ്. അപ്പൊ പിന്നെ വാക്കുകളിലൂടെ മാത്രം പറഞ്ഞു, ചിലരുണ്ട് ഇങ്ങനെ സോപ്പിട്ട് ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറയാം, അയ്യോ എങ്ങനെയാന്നുള്ള രീതിയിൽ ഭയങ്കര പ്രൈസ് ചെയ്തൊക്കെ നിർത്തും. പക്ഷെ പ്രവൃത്തി നേരെ ഓപ്പോസിറ്റുമായിരിക്കും. അപ്പൊ വാക്കുകളിലൂടെ മാത്രം നിങ്ങൾ ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞ് അവരെ സോപ്പിട്ട് നിൽക്കാതെ തുടർച്ചയായ ഒരു ആക്ഷൻസും അതിനുണ്ടാണ്. കാരണം അവർക്ക് വേണ്ടി നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നു എന്ന് അവരെ ബോധ്യപ്പെടുത്തേണ്ടത് കൂടി ഉണ്ട് ഒരു റിലേഷൻഷിപ്പ് ആകുമ്പോൾ. അപ്പൊ അവർക്ക് ഈ ഒരു പേടികളെല്ലാം മാറിപ്പോകും. എൻ്റെ ഒരു പ്രശ്നം വരുമ്പോൾ എൻ്റെ കൂടെ എൻ്റെ ആള് നിൽക്കും എന്നൊരു ഒരു സെക്യൂർ ഫീൽ അവർക്കുണ്ടാകും. അപ്പോൾ അവർക്ക് കൂടുതലും ഒരു ഇൻസെക്യൂർ ഫീലാണ് ഇപ്പോൾ ഉള്ളത്. പിന്നെ നിങ്ങളുടെ സ്നേഹം അവരെ കാണിക്കുക. ഉള്ളിൽ വെച്ചിട്ട് ഒരു കാര്യമില്ല. ഉള്ളിൽ വെച്ചിട്ട് ഒരാൾ മരിച്ചതിന് ശേഷം നമ്മളൊരു സ്നേഹം കാണിച്ചിട്ട് യാതൊരു കാര്യമില്ല, അല്ലെ എനിക്ക് ഇത്രയും സ്നേഹം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. അവർ ജീവിച്ചിരിക്കുമ്പോൾ അവരോട് നമുക്കുള്ള ആ ഒരു സ്നേഹം പരമാവധി എക്സ്ട്രീം ലെവൽ കാണിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇപ്പോൾ നമുക്ക് കിട്ടുന്ന ഈ ജീവിച്ചിരിക്കുന്ന കുറച്ച് സമയത്തെ നമുക്കത് ചെയ്യാനും പറ്റത്തുള്ളൂ. ഓക്കെ, അവർക്ക് ഇപ്പൊ നിങ്ങൾക്ക് ഒത്തിരി സ്നേഹമുണ്ട്, അവർക്കത് മനസ്സിലാവുന്നില്ല എങ്കിൽ ആ ഒരു സ്നേഹം നിങ്ങളുടെ മനസ്സിലിരുന്നുകൊണ്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. അപ്പൊ ആ ഒരു
സ്നേഹം പ്രകടിപ്പിക്കാനായിട്ട് ശ്രമിക്കുക. മറ്റുള്ളവരെ നോക്കരുത്, നിങ്ങളുടെ റിലേഷൻഷിപ്പ് മാത്രമാണ് നിങ്ങൾക്കുള്ളത്. അപ്പൊ അതനുസരിച്ച് മുന്നോട്ട് പോവുക. പിന്നെ നല്ല രീതിയിൽ അവരെ കെയർ ചെയ്യുക. ഇമോഷണൽ ഇൻസെക്യൂരിറ്റി ഒക്കെ അവരുടെ അപ്പോൾ ആ ഒരു നിങ്ങൾ സ്നേഹം പ്രകടിപ്പിക്കുകയും കെയർ ചെയ്യുകയൊക്കെ ചെയ്യുമ്പോൾ അവരുടെ ഒരു ഇമോഷണൽ ഇൻസെക്യൂരിറ്റി മാറിപ്പോകും എന്നുള്ളതാണ്. ഇത് നിങ്ങൾക്ക് തന്നെയാണ് പിന്നീട് ഗുണം ചെയ്യുക. അവരുടെ ആ ഒരു ഇമോഷണൽ ഇൻസെക്യൂരിറ്റി മാറിപ്പോകുന്നതോടുകൂടി ഇവർ ഈ റിലേഷൻഷിപ്പിൽ നല്ല ഡെപ്തിലേക്ക് വരികയും നിങ്ങൾക്ക് നല്ലൊരു ഹാർമണി സെലിബ്രേഷൻ ഒക്കെ ഉണ്ടാവുകയും ചെയ്യും. അപ്പം നിങ്ങൾക്കും അവർക്കും ഒരുപോലെ ഉള്ള ഒരു ടൈം, ലവ്, റെസ്പെക്ട്, സ്പേസ് ഇതൊക്കെ നൽകുക. ഒരു ബാലൻസ്ഡ് ആയിട്ട് ഇത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് തന്നെ അതിൻ്റെ ഒരു റിസൾട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇതുവഴി നമുക്ക് നിങ്ങളുടെ പേഴ്സൻ്റെ ഈ ഒരു ഫിയറും കാര്യങ്ങളും ഒക്കെ മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. നിങ്ങൾ ജസ്റ്റ് പ്രാക്ടീസ് ചെയ്യുക. ഒരു ദിവസം കൊണ്ടൊന്നും നടക്കുന്ന കാര്യമല്ല. നിങ്ങൾ ഫസ്റ്റ് തന്നെ ഈ ഒരു നിങ്ങളുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന, ഞാനിപ്പോൾ ഇവിടെ കുറേ കാര്യങ്ങൾ പറഞ്ഞു, ഇതെല്ലാം നിങ്ങളുടെ പേഴ്സൺ ഉണ്ടാകണമെന്നില്ല. കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങളുടെ പേഴ്സൺ ഉണ്ടാകാം. അപ്പൊ നിങ്ങളൊരു ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ നടത്തുമ്പോൾ ഇവരുടെ ശരിക്കുള്ള ആ ഒരു പേടി എന്താണ്, ഞാൻ നിന്നെ ഇട്ടിട്ട് പോകുന്ന നീ എന്തെങ്കിലും ഓർക്കുന്നുണ്ടോ, അങ്ങനെയൊക്കെ നമ്മൾ ജസ്റ്റ് ചോദിച്ചു കഴിയുമ്പോൾ അവര് പതിയെ ആദ്യമൊന്നും പറഞ്ഞില്ലെങ്കിലും പതിയെ എനിക്ക് അങ്ങനെയൊക്കെ ഒരു പേടി ഉണ്ടായിരുന്നു കേട്ടോ, പക്ഷെ ഇപ്പൊ എനിക്ക് അങ്ങനെ തോന്നുന്നില്ല, അല്ല അങ്ങനെയൊക്കെ പറയാനുള്ള ചാൻസ്. അപ്പൊ നമുക്ക് അറിയാനായിട്ട് സാധിക്കും ഇവരുടെ മനസ്സിൽ ശരിക്കും എന്താണ് ഈ റിലേഷൻഷിപ്പിനെ കുറിച്ചും നിങ്ങളെ കുറിച്ചും അവർക്ക് പേടിക്കുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ അവര് മുന്നോട്ടേക്ക് ഒത്തിരി ഡെപ്ത് ആയിട്ട് വരാതെ പിടിച്ചു നിർത്തുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതനുസരിച്ചിട്ട് നമ്മളിപ്പോൾ പറഞ്ഞ ആ ഒരു റെമഡീസ് ഒക്കെ ഒന്ന് ഇറക്കി നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പിന്റെ ഒരു ഹാർമണി അല്ലെങ്കിൽ ഒരു സെലിബ്രേഷൻ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് തന്നെ അത് ഫീൽ ചെയ്യും. ഓക്കെ, അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഈ ഒരു റീഡിങ്ങിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടുള്ളത്. കുറച്ച് ക്ലൂസും കൂടെ നമുക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് എടുത്ത് നോക്കാം. ക്ലൂസ് റിലേറ്റഡ് ടു ദിസ് റീഡിങ്. ഓക്കെ, ക്ലൂസ് റിലേറ്റഡ് ടു ദിസ് റീഡിങ്. ഓക്കെ, ഫസ്റ്റ് ക്ലൂ നമുക്ക് വരുന്നത് നവംബർ മന്ത് എന്ന് പറയുന്നൊരു ക്ലൂ ആണ്. 2 weeks എന്ന് പറയുന്നൊരു പോസിബിലിറ്റി വരുന്നുണ്ട്. നമ്പർ 53, നമ്പർ 21, സ്പിരിച്വൽ പാത്ത്, 222 എന്ന് പറഞ്ഞ ഏഞ്ചൽ നമ്പർ വരുന്നു. ലെറ്റർ എസ്, നമ്പർ 22, നമ്പർ 41, യെല്ലോ കളർ, 1978, medical field, September month, football, red color, 1984, number 33, Idukki district, number 5, blue color, 1981 എന്ന് പറയുന്നൊരു വർഷം നമുക്ക് കിട്ടുന്നുണ്ട്. മോൾ ഓൺ റൈറ്റ് ചീക്സ്, റൈറ്റ് സൈഡിലെ കവിളിലെ മറുകളുള്ള വ്യക്തികളാകാനുള്ള ചാൻസ് ഉണ്ട്. ടീച്ചർ എന്ന് പറയുന്ന ഒരു ക്ലൂ കിട്ടുന്നുണ്ട്. 1976, ടുമോറോ എന്ന് പറയുന്ന ഒരു പോസിബിലിറ്റി കിട്ടുന്നു. എബ്രോഡ് ഉള്ള വ്യക്തികളാകാനുള്ള ചാൻസ് ഉണ്ട്. പെറ്റ് ലവേഴ്സ്, അതുപോലെ തന്നെ ലെറ്റർ എ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. 1991 എന്ന് പറയുന്ന ഒരു വർഷം കിട്ടുന്നു. ബ്ലാക്ക് കളർ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ലെറ്റർ പി നമുക്ക് കിട്ടുന്നു. മെയ് മന്ത് നമുക്ക് കിട്ടുന്നുണ്ട്. എൻകറേജസ് യു, നമ്പർ 43, ക്രേസ് ഓൺ വെഹിക്കിൾസ്, വണ്ടികളോട് ക്രേസ് ഉള്ള വ്യക്തികളാകാനുള്ള ചാൻസ് ഉണ്ട്. 7 days എന്ന് പറയുന്ന ഒരു ക്ലൂ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. വിത്തിൻ 72 hours എന്ന് പറയുന്ന ഒരു ക്ലൂ കിട്ടുന്നുണ്ട്. നമ്പർ 3 നമുക്ക് കിട്ടുന്നു. 2004, നെയിൽ പോളിഷ്, ലൈക്സ് ട്രാവലിംഗ്, ഗെയിമിംഗ്, കൈൻഡ്നെസ്. അപ്പോൾ ഇത്രയും ക്ലൂസ് ആണ് നമുക്ക് ഈ ഒരു റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ക്ലൂസും അതുപോലെ റീഡിങ്ങും ഒക്കെ നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് വഴി അറിയിക്കാനായിട്ട് ശ്രമിക്കുക. നമുക്ക് ഇതുപോലെയുള്ള വെറൈറ്റി ആയിട്ടുള്ള ടോപ്പിക്കുകളുമായിട്ട് നമ്മൾ വീണ്ടും വരുന്നതാണ്. അപ്പോൾ റീഡിങ് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.